പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞത് നമ്മൾ മാമ്പഴ സേമിയ പായസം ഉണ്ടാക്കുകയാണ് കേട്ടോ. അതാണ് ഇന്നത്തെ റെസിപ്പി. മാമ്പഴത്തിൻ്റെ സീസൺ ആയതുകൊണ്ട് തന്നെ ഫുള്ള് ഇപ്പം മാമ്പഴത്തിൻ്റെ ഡെസേർട്ടും റെസിപ്പീസും പുഡിങ്ങും കാര്യങ്ങളൊക്കെയാണ് ഫുള്ള് അല്ലേ. അപ്പം നമ്മളും അതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ നമുക്ക് പായസം ഉണ്ടാക്കി നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് സേമിയ എടുത്തിട്ടുണ്ട്. അത് ജസ്റ്റ് ഒന്ന് കൈ വെച്ചിട്ടൊന്ന് പൊടിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഓൾറെഡി വറുത്തിട്ടുള്ള സേമിയ തന്നെയാണ്, എന്നാലും ഒന്നും കൂടെ ഒന്ന് വറുക്കാമെന്ന് വിചാരിച്ചിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് ഈ സേമിയ ഇട്ട് കൊടുത്താണ്ട് ഒരു 2-3 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ സേമിയ വറുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ. ഓൾറെഡി വറുത്തിട്ടുള്ളതാണെന്നുണ്ടെങ്കിൽ വറുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഞാനിപ്പോൾ ജസ്റ്റ് ഒന്ന് വറുത്തെടുക്കുന്നുണ്ട് എന്നുള്ളൂ കേട്ടോ. എന്നിട്ട് നമ്മളതൊരു സൈഡിലേക്ക് മാറ്റി വെക്കുക. അതിനുശേഷം വേറൊരു പാൻ നമ്മൾ അടുപ്പത്ത് വെച്ചിട്ട് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരു 5 ടീസ്പൂണ് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. അതൊന്ന് കാരമലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ അതാ പഞ്ചസാര ഒന്ന് മെൽറ്റായി കിട്ടിയിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് നമ്മൾ അതിനുശേഷം ഇപ്പം 1/2 ലിറ്റർ പാലാണ് ഇപ്പം ഞാൻ ഒഴിച്ച് കൊടുക്കുന്നത് കേട്ടോ. ഇതിന് പാല് ചൂടാക്കിയിട്ട് ഒഴിച്ചും കൊടുക്കാം, അല്ലാതെ തണുപ്പില്ലാത്ത പാല് ഒഴിച്ച് കൊടുക്കുന്നതാവും കൂടുതൽ നല്ലത് കേട്ടോ. അപ്പോൾ അതാ അങ്ങനെ ഒഴിച്ച് കൊടുക്കുമ്പോൾ പഞ്ചസാര ഒന്ന് കട്ടിയായിട്ട് വരും. അതൊന്ന് പാല് കിടന്ന് ചൂടാകുമ്പോൾ ഒന്ന് മെൽറ്റ് ആവും കേട്ടോ. എന്നിട്ട് പാല് ജസ്റ്റ് ഒന്ന് ചൂടായി വരുമ്പം നമ്മൾ മാറ്റി വെച്ചേക്കുന്ന സേമിയ ഇട്ട് കൊടുത്താണ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇടയ്ക്കിടായിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കുക കേട്ടോ, കാരണം ആ സൈഡിലൊന്നും പാട കെട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ അതാ നമ്മുടെ സേമിയോട് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്, നന്നായിട്ട് കുക്കായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും നന്നായിട്ട് കുക്കായി കിട്ടിയിട്ടുണ്ട്. പിന്നെ ചെറിയ തിന്നായിട്ടുള്ള സേമിയാണ്, അതുകൊണ്ട് തന്നെ ഒരു പ്രത്യേക രസമാണ് കേട്ടോ കഴിക്കാനായിട്ട്. പിന്നെ നമ്മൾ പഞ്ചസാര കാരമലൈസ് ചെയ്തുകൊണ്ട് തന്നെ അതുകൊണ്ടാണ് ആ കളർ ചേഞ്ച് കേട്ടോ. പിന്നെ ഈ ഒരു സമയത്ത് വേണമെന്നുണ്ടെങ്കിൽ അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ നമുക്കൊന്ന് നെയ്യിൽ ആക്കിക്കാണ്ട് ഇട്ട് കൊടുക്കുക. ഞാനിപ്പോൾ അങ്ങനെ ഇട്ട് കൊടുക്കുന്നില്ല കേട്ടോ. അതും കൂടി ഇടുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. ജസ്റ്റ് നെയ്യ് മാത്രം ഒന്ന് ഒഴിച്ച് കൊടുത്തേക്കാം കേട്ടോ മേലേക്ക്. അതിനുശേഷം നമ്മളൊരു മാങ്ങ എടുത്തിട്ട് നല്ല പൗത്ത മാങ്ങ എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. ഇതിപ്പോൾ ഞാൻ എടുത്തേക്കുന്നത് വല്ലാതെ പൗത്തിട്ടൊന്നുമില്ല. അപ്പോൾ ഞാനങ്ങനെ ഉണ്ടാക്കി നോക്കിയതാണ്. അപ്പോൾ നിങ്ങൾ എടുക്കുമ്പോൾ നന്നായിട്ട് പൗത്തിട്ടുള്ള മാങ്ങ എടുത്തുകൊണ്ട് തൊലിയൊക്കെ കളഞ്ഞൊന്ന് ചെത്തിയെടുക്കുക. എന്നിട്ട് മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുത്താണ്ട് നന്നായിട്ടൊന്ന് പേസ്റ്റ് രൂപത്തിലാക്കിയാണ്ടൊന്ന് അരച്ചെടുക്കുക കേട്ടോ. പുളിയില്ലാത്ത നല്ല മധുരമുള്ള മാങ്ങ എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഇനി വല്ലാതെ മധുരമില്ല എന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി പഞ്ചസാര ചേർത്തിക്കൊണ്ടൊന്ന് അടിക്കുക കേട്ടോ. അങ്ങനെ നമ്മൾ സേമിയ ഒന്ന് തണുത്തതിന് ശേഷം മാത്രമേ ഈ മാംഗോൻ്റെ പ്യൂരി ഇതിലേക്ക് ഒഴിച്ചെടുക്കാൻ പറ്റുള്ളൂ കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ പിരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഒന്ന് തണുത്ത് വന്നതിന് ശേഷം മാത്രം ഈ മാങ്ങൻ്റെ ഇതൊന്ന് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. കണ്ടൻസ്ഡ് മിൽക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ അതും കൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവും. പിന്നെ ഇതിലേക്ക് അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ ഒന്ന് ഇടാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ഒന്നും കൂടെ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ അതാ ഇത്രയേ ഉള്ളൂ, നമ്മളെ മാമ്പഴ സേമിയ പായസം ഇവിടെ റെഡി ആക്കണം കേട്ടോ. കാണുമ്പോൾ പായസത്തിൻ്റെ പോലെ ഇല്ലെങ്കിലും ചിലർക്ക് പായസം കുറച്ച് ലൂസിലേക്കരം കുടിക്കാൻ താല്പര്യം. ഞങ്ങൾക്ക് പൊതുവേ കുറച്ചൊരു തിക്നെസ്സിൽ ആയിട്ടാണ് കഴിക്കാൻ ഇഷ്ടം കേട്ടോ. അപ്പോൾ ഒരു പുഡിങ്ങിൻ്റെ ഒരു ടെക്സ്ചറൊക്കെ ആയി വന്നിട്ടുണ്ട്. ഇത് തണുപ്പിച്ചിട്ട് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്നുകൂടെ ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. പായസമായി കുടിക്കണേക്കാട്ടിയും കൂടുതൽ ടേസ്റ്റ് മാമ്പഴമൊക്കെ ഇടുന്നതുകൊണ്ട് അതിൻ്റെ ടേസ്റ്റും കൂടി വരും. അപ്പോൾ അതുകൊണ്ട് ഒന്ന് ഫ്രിഡ്ജിൽ വെച്ച് ഒന്ന് തണുപ്പിച്ചിട്ട് കഴിക്കുമ്പം നല്ല ടേസ്റ്റാണ് കേട്ടോ. പിന്നെ ഞാൻ ഇതിൻ്റെ മേലെ ഡെക്കറേഷന് വേണ്ടിയിട്ട് കുറച്ച് മാമ്പഴമൊക്കെ ഒന്ന് ചെത്തി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കല്ലേ കേട്ടോ. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ ഒന്ന് അറിയിക്കുക.